Noah plays it back, simple chance, and Kwame Pepper makes an immediate impact for the Kerala Blasters. കോച്ച് കഴിഞ്ഞ മത്സരത്തിലെ പ്രതികാരം തീർക്കണം ഇത്തവണ. പക്ഷേ ഇത്തവണ ഇവർ ഭയങ്കര സ്ട്രോങ് ആണ് കോച്ച്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടി കോച്ച്? അക്കൂട്ടത്തിന്റെ തുറുപ്പ് ചീട്ടായ ആ ചെകുത്താനെ അങ്ങ് പിടിച്ചു കെട്ടിയാൽ മതി. അവനങ്ങ് തകർന്നടിഞ്ഞോളും. അങ്ങനെ കുറച്ചിട്ട് വേണം ശേഷം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹോം മത്സരത്തിനായി ഇറങ്ങുവാണ്. ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ മുഹമ്മദൻ FC. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങളെല്ലാം നിർണായകം തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ 2-3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട്. മുഹമ്മദൻ FC അവരും കഴിഞ്ഞ മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങിയാണ് അവരും വരുന്നത്. മുംബൈ സിറ്റിക്കെതിരെ എതിരില്ലാത്ത 1 ഗോളുകൾക്കാണ് മുഹമ്മദൻ FC പരാജയപ്പെട്ടത്. എന്തായാലും ഈ ടീമിന് ഈ ഒരു മത്സരത്തിൽ ജയം അനിവാര്യം തന്നെയാണ്. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായ മിക്കായൽ സെറയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കി. ഇനിയുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ കളിക്കും എന്നുള്ള കാര്യം, ഏത് ഫോർമേഷൻ യൂസ് ചെയ്ത് എങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. മത്സരം പകുതിയായിട്ടുള്ള ഈ ഒരു സമയത്തിൽ ഒരു കോച്ചിനെ പുറത്താക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. ഇനി ഒരു പുതിയ കോച്ച് ടീമിൽ എത്തിക്കഴിഞ്ഞാൽ ടീമിനായിട്ട് അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയം വേണ്ടി വരും. അപ്പോഴേക്കും ഈ ഒരു സീസൺ അവസാനിക്കും. എന്തായാലും അടുത്ത കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിച്ചേ പറ്റൂ. കാരണം ജയം നിർണായകം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ആ ഒരു പെർഫോമൻസ് ഈ ഒരു കളിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സ് ഏത് പൊസിഷനിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു കളിയിൽ കണ്ടു തന്നെ അറിയാം. പിന്നെ ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരം കൂടിയാണ്. ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാവും. മറിച്ച് പരാജയപ്പെട്ടാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത് ജംഷഡ്പൂർ FCക്കെതിരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടി വരും. ഈ ഒരു കളിയിൽ ഡിഫൻസിലെ പോരായ്മകൾ പരിഹരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പതിവ് പോലെ ബ്ലാസ്റ്റേഴ്സിന് മിസ്റ്റേക്ക് വന്ന ഹെറർ ഗോളുകൾ വഴങ്ങേണ്ടി വരും. ഈ ഒരു മത്സരം നടക്കുക അടുത്ത ഞായറാഴ്ച 7:30 കൊച്ചിയുടെ മണ്ണിൽ വെച്ചിട്ടാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കും ഈ ഒരു മത്സരത്തിനായി. ജയിക്കുന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ ഏരിയയിൽ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. കാരണം നോഹ സദോയും ജീസസ് ജിംനസ് അടങ്ങുന്ന ഈ ഒരു സ്കോഡ് വളരെ ടഫായിരിക്കും. എന്തായാലും ഈ ഒരു മത്സരത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയനൊക്കെ താഴെ കമന്റ് ചെയ്യുക. സോ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് 11 കൊണ്ട് എങ്ങനെ കളിക്കും എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.